പെരലോട്ടൊക്കില്ല. ഈ അയൽവക്കക്കാർക്ക് ആർക്കും ഒരു ശല്യം അവരെ കൊണ്ടില്ല. സത്യവാനും സീതമ്മേ അത് തന്നെ. BS നേഴ്സായിരുന്നു പെണ്ണ്. പിന്നെ ഗൾഫിലായിരുന്നു, ദുബൈയിൽ. വന്ന എൻ്റെ 10ാം പൊക്കം ഇന്നലെ. കത്തിച്ച ആകാനെ വഴിയുള്ളൂ. ഗ്യാസ് പൊട്ടിക്കണ അടുക്കള ഒത്തിരി അങ്ങ് ദൂരമാണ്. സത്യവാലം എരുമേലിയിൽ നിന്ന് വന്ന് പെരലോട്ട് കയറിയ പിറകെ ഈ സംഭവം നടക്കുന്നു. കൊച്ചു പോകുമെന്ന് പറഞ്ഞ് തള്ള പറഞ്ഞ് പോവുകയില്ലാന്ന്. പഠിപ്പിച്ചു കഴിഞ്ഞ് പെണ്ണ് ഇങ്ങനെ ചെയ്യുവാന്ന് പറയുമ്പോൾ ആർക്കായാലും തള്ളമാരല്ലേ പേടിപ്പിക്കാൻ ചെയ്താ. നീ എന്നൊന്ന് പോകുന്ന കാണണമെന്ന് പറഞ്ഞ് തള്ള തൂറ്റിയെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങൾ കണ്ടില്ല, തീ കത്തുന്ന ഞങ്ങൾ കണ്ടു. ഞങ്ങളും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇന്നലെ കിടന്നില്ല. ഭയങ്കര വാസനയായിരുന്നു. മെല്ലെ കത്തി എരിഞ്ഞതല്ലേ എല്ലാവരും. ആ രംഗം കാണാൻ പറ്റില്ല. കാരണം വെള്ള പെയിന്റ് അടിച്ച പോലെ ആളിരുന്നു. വീടിന് തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് പൊള്ളലേറ്റ് മരണപ്പെട്ട ദമ്പതികളുടെയും മകളുടെയും സംസ്കാരം നടത്തി. നാട് കണ്ണീരോടെയാണ് അവർക്ക് വിട നൽകിയത്. കോട്ടയം ജില്ലയിലെ എരുമേലി കനകപ്പലം സ്വദേശിയായ പുത്തമ്പുരയ്ക്കൽ സത്യബാലൻ, ഭാര്യ ശ്രീജ, മകളായ അഞ്ജലി എന്നിവരാണ് മരണപ്പെട്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ഇവരുടെ വീട്ടിൽ തീപിടുത്തമുണ്ടാകുകയായിരുന്നു. ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് സത്യബാലനും ഭാര്യയും മകളും ഒരു മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. മകൻ തീപിടുത്തമുണ്ടായ സമയത്ത് ബാത്റൂമിൽ കയറിയതിനാൽ കൂടുതൽ പരിക്കൊന്നും പറ്റിയിട്ടില്ല. മകനായ അഖിലേഷ് മാത്രമാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ നിന്നും നിസ്സാരമായ പൊള്ളലേറ്റ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സത്യബാലനും മകളായ അഞ്ജലിയും ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മരണം സംഭവിക്കുന്നത്. ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുന്നത്. ഈ തീപിടുത്തമുണ്ടായ വീടിന് സമീപത്ത് തന്നെയാണ് സത്യബാലൻ്റെ സ്വന്തമായുള്ള ഭൂമി. ആ സ്ഥലത്ത് തന്നെയാണ് 3 പേരുടെയും സംസ്കാരം നടത്തിയിരിക്കുന്നത്. എരുമേലിയിൽ മൈക്ക് സൗണ്ട് സിസ്റ്റം നടത്തി വരികയായിരുന്നു സത്യബാലൻ. ഈ നാട്ടുകാർക്കും പറയാനുള്ളത് സത്യബാലനെ കുറിച്ച് നല്ല വാക്കുകളാണ്. സത്യബാലൻ്റെ കുടുംബത്തിന് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായതിൽ വലിയ വേദനയോടെയാണ് ആളുകൾ അവർക്ക് വിട നൽകുന്നത്. നാട്ടുകാരൊക്കെ നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ അപകടത്തിന് ഈ സത്യബാലൻ്റെ മകളായ അഞ്ജലി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 1-നാണ് നാട്ടിൽ തിരികെ എത്തിയത്. 10 ദിവസത്തിന് കഴിഞ്ഞ് കുട്ടി ഇവിടെ വീട്ടിൽ വന്നിട്ട് ഈ മകളുമായി ഒരു പ്രണയബന്ധമുണ്ടായിരുന്നതായും ഈ പ്രണയബന്ധമുണ്ടായിരുന്ന അയൽവാസിയായ യുവാവ് കുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നതിനായി വരികയും ചെയ്തു. ഇത് സത്യബാലനും ഭാര്യയും ചേർന്ന് തടയുകയും അതിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് കാരണമെന്നും പറയുന്നുണ്ട്. എന്തായാലും തീപിടുത്തമുണ്ടായതിന് കൃത്യമായ വ്യക്തമായ പരിശോധനകളൊക്കെ നടത്തി വരികയാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് തീപിടുത്തമുണ്ടായതിനുള്ള കാരണമെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ്. കനകപ്പലം എന്ന ഒരു കോളനി പ്രദേശമാണ്. ആ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമായി മാറിയിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് സത്യബാലൻ്റെയും ഭാര്യയുടെയും മകളുടെയും വിയോഗം ഞങ്ങൾക്ക് ഏറെ വേദനയാക്കിയിരിക്കുന്നു എന്നാണ് നാട്ടുകാരും ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത്. സത്യബാലൻ നല്ല മനുഷ്യന്, മറ്റാരോടും ഒരു പിണക്കമില്ല. ഈ അയൽവക്കക്കാർക്ക് ആർക്കും ഒരു ശല്യം അവരെ കൊണ്ടില്ല. സത്യബാലൻ സീതമ്മേ അത് തന്നെ. നമ്മൾക്കൊരു കുഴപ്പമില്ല. ഇവിടെ ഉള്ളവർക്കും അത് തന്നെ. ഒരു വഴക്കാട്ടെ ഒന്നുമില്ല. അവർ വീട്ടിലുള്ള മക്കളും അത് തന്നെ. മകളെയാണെങ്കിൽ നഴ്സിംഗ് ഒക്കെ പഠിപ്പിച്ചത് BS നേഴ്സായിരുന്നു പെണ്ണ്. പിന്നെ ഗൾഫിലായിരുന്നു, ദുബൈയിൽ. വന്ന എൻ്റെ 10ാം പൊക്കം ഇന്നലെ. 10 ദിവസമേ ആയുള്ളൂ. 1 മാസത്തെ ലീവിന് വന്ന കൂട്ടുകാരുടെ കല്യാണത്തിന്. കല്യാണം തിങ്കളാഴ്ചയാണ്. അതിന് വേണ്ടി വന്നു. പറഞ്ഞു അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് പോകുമെന്നും പറഞ്ഞു. നിങ്ങൾ തൊട്ടടുത്ത വീടാണ്. ഈ അപകടം നടക്കുന്ന തൊട്ട് മുന്നേ ഈ സത്യബാലനെയൊക്കെ കണ്ടിരുന്നു നിങ്ങൾ സംസാരിക്കുക? സത്യബാലൻ എരുമേലിയിൽ നിന്ന് വന്ന് പെരലോട്ട് കയറിയ പിറകെ ഈ സംഭവം നടക്കുന്നു. ചെറുക്കനും ഉണ്ടായിരുന്നു. ചെറുക്കൻ കയറിയില്ല. ചെറുക്കൻ ഫോണും ചെയ്തുകൊണ്ട് വെളിയിൽ നിന്നു. അത് കഴിഞ്ഞ് ചെറുക്കൻ പേരെ കയറി. അന്നേരത്തേക്ക് കത്തി കഴിഞ്ഞു. ശ്രീജയൊക്കെയായിട്ട് നിങ്ങൾ നല്ല ഒരു കുഴപ്പമില്ല. നമ്മൾ ഞങ്ങളെന്നല്ല, ഈ അയൽവാസികൾക്കൊന്നും അവരെ കൊണ്ടൊരു ശല്യമില്ല. എല്ലാവരും നല്ല ആൾക്കാരാണ്. പെട്ടെന്നൊരു അപകടം സംഭവിച്ചുകൊണ്ട് വലിയ വിഷമത്തിലാണ് ഞങ്ങളും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇന്നലെ കിടന്നില്ല. ഭയങ്കര വാസനയായിരുന്നു. മെല്ലെ കത്തി എരിഞ്ഞതല്ലേ എല്ലാവരും. മണം കൊണ്ട് ഞങ്ങൾ ആങ്ങളുടെ വീട്ടിലാണ് പോയി കിടന്നത്. ഞങ്ങൾ രാവിലെ വന്നത്. ഇനിയിപ്പോൾ വൈകിട്ട് പോകണം കിടക്കാൻ. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. കാരണം ഒരു ഭയങ്കര വഴക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചു പോകുമെന്ന് പറഞ്ഞ് തള്ള പറഞ്ഞ് നീ പോവുകയില്ലാന്ന്.
അങ്ങനെ പറഞ്ഞ വന്നതിന് ഞാൻ വിടുകയല്ലാന്ന് തള്ള പറഞ്ഞ് കാതലിന് കുറ്റിയിട്ടു. കുറ്റിയിട്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ ജനലിൽ കൂടെ തീയാണ് കാണുന്നത്. അങ്ങനെയല്ല, കത്തിച്ച ആന വഴിയുള്ളൂ. ഗ്യാസ് പൊട്ടിക്കണ അടുക്കള ഒത്തിരി അങ്ങ് ദൂരമാണ്. പിന്നെ ഇവള് കയറി എൻ്റെ അനിയത്തി റോഡിലിറങ്ങി വലിയ വയല നിലവിളിച്ചപ്പോൾ അയൽവാസികളെല്ലാം ഓടി വന്നു. ഞങ്ങളുടെ ഒരു വികലാംഗം ചെറുക്കനുണ്ട് ഇവിടെ. അതിനെയാണ് ആരാണ്ട വന്നവരെടുത്ത് അക്കരെ അപ്പുറത്ത് കൊണ്ടുവിടുമായിരുന്നു കസേരയോടുകൂടി. നമ്മൾ തന്നെ ചെയ്യാൻ, നമ്മൾ ആർക്കും ഒരു ശല്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അവരെ കൊണ്ട് ഇതുവരെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ഞാൻ കാണാൻ സീസൺ കടയുള്ള എരുമേലി അയ്യപ്പ സീസൺ. അപ്പോഴും ഞങ്ങൾക്ക് വയറിങ്ങിൻ്റെയും കറണ്ടിൻ്റെയും ഒക്കെ ചെയ്യുന്ന ഈ സത്യവാലനാണ്. കടവാണ് ചെയ്യുന്നത്. ഞാൻ പൈസ കുറച്ചേ കൊടുക്കും. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യൻ. ഈ നാടിന് ആകെ വലിയ വിഷമമായെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കൂടപ്പുറപ്പിനെ പോലെ അവരെ. കാരണം എൻ്റെ ചേച്ചി മരിച്ചിട്ട് പൊള്ളിപ്പോയി. ഞങ്ങൾ ഇവളും കൂടെ കൂടിയാ വണ്ടിയിൽ ഓട്ടോയിൽ എടുത്ത് വെച്ച എൻ്റെ അനിയത്തിയും കൂടെ കൂടിയാ സത്യവാലനെ 2 പോലീസുകാരും അവളും കൂടെ കൂടിയാ എടുത്ത് ഓട്ടോയെ കയറ്റി വെച്ചു. ആ രംഗം കാണാൻ പറ്റിയില്ല. കാരണം വെള്ള പെയിന്റ് അടിച്ച പോലെ ആളിരുന്നു. അങ്ങനെയൊന്നും പറയണ്ട. നമ്മളെ കൊണ്ട് ആകുന്ന സഹായം ചെയ്തു. ഇവിടെ വന്ന പോലീസുകാരൊക്കെ തുണി തരാൻ പറഞ്ഞ് ഞങ്ങൾ 6 ബെഡ്ഷീറ്റ് കൊടുത്തു. പിന്നെ തികഞ്ഞില്ല. ബെഡ്ഷീറ്റ് കൂട്ടി വേണ്ട പിടിക്കാൻ ആളെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബെഡ്ഷീറ്റും കൂടെ കൊടുത്തതിന് ശേഷം 7 എണ്ണം കൊണ്ട് അവർ ഞങ്ങൾക്ക് അതുപോലെ സഹായിക്കുന്നവരാണ്. എൻ്റെ ചേച്ചി മരിച്ചിട്ട് ആ പുള്ളി അന്നത്തെ ഇതെല്ലാം സദ്യ എല്ലാം തന്നെ പൈസ പോലും മേടിച്ചില്ല. എൻ്റെ പെങ്ങളാ മരിച്ചതെന്നും പറഞ്ഞ്. അത്ര നല്ല മനുഷ്യൻ. സത്യവാലിനെ കൊണ്ട് ആരും ഒരു ഇതും പറയില്ല. അവർ ഭാര്യ ഉണ്ടെന്ന് പോലും അറിയത്തില്ല അവരക്കകത്ത്. അങ്ങനെ ഒരു എന്താ പറയുക, ജീവിക്കുന്ന ഒരാളാണ്. അവരെ കൊണ്ട് ആർക്കും ഒരു ശല്യമില്ലാതെ. എരുമേലി അടച്ചാ വരുന്നത്. എരുമേലിക്കാർക്ക് പോലും അവർ നല്ല മനുഷ്യരാണ്. ആ ഭാര്യ ആ പെരയിലുണ്ടെന്ന് പോലും അറിയത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ്. നേരം വെളുത്താൽ വയ്യോളാം ആ പെരക്ക. ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഈ പെരക്കകത്തിരുന്ന് നേരം വെളുപ്പിക്കുന്നു? ആ പെര വിട്ട് വെളിയിലോട്ട് ഇറങ്ങുക ആ തള്ള. പിന്നെ കൊച്ചു വന്നിട്ട് 10 ദിവസമേ ആയുള്ളൂ. അതിനോടിടെ വഴക്കും വലിയ എത്ര കാലമായി കൊച്ചു ഗൾഫിൽ പോയിട്ട്? കൊച്ചു പോയിട്ട് 2 കൊല്ലം. ജോലിയൊക്കെ ജോലി ഇല്ലായിരുന്നു. ആന്ധ്രയിൽ പഠിക്കുമായിരുന്നു. BSc നേഴ്സായിരുന്നു. ഇവർക്ക് ഒത്തിരി കടമുണ്ട്. പൈസ എല്ലാം അതുപോലെ ഉണ്ടാക്കി അതിനെ പഠിപ്പിച്ചത്. പഠിപ്പിച്ച് കഴിഞ്ഞ് പെണ്ണ് ഇങ്ങനെ ചെയ്യുവാന്ന് പറയുമ്പോൾ ആർക്കായാലും തള്ളമാരല്ലേ മരിക്കുമെന്ന് ഉദ്ദേശിച്ച് കാണുകയല്ല. പേടിപ്പിക്കാൻ ചെയ്താ. നീ എന്നൊന്ന് പോകുന്ന കാണണമെന്ന് പറഞ്ഞ് തള്ള തൂറ്റിയെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങൾ കണ്ടില്ല. തീ കത്തുന്ന ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഇറങ്ങി ഓടി. അയൽവാസിയായ യുവാവുമായി ഉണ്ടായ ഒരു പ്രണയബന്ധത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കുടുംബത്തിലെ 3 പേർ ജീവൻ ഒടുക്കിയിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. എന്നാൽ എങ്ങനെയാണ് സംഭവം നടന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അവർ സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു എന്ന കാര്യങ്ങളിൽ ദുരൂഹത മാറ്റേണ്ടതുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ മകനായ അഖിലേഷ് മാത്രമാണ് ഈ കുടുംബത്തിൽ അവശേഷിച്ചിരിക്കുന്നത്. 3 പേരുടെയും മൃതദേഹങ്ങൾ ബന്ധുവീട്ടിലേക്ക് സംസ്കാര ചടങ്ങിന് വേണ്ടി എത്തിച്ചപ്പോൾ നിരവധി ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മകനായ അഖിലേഷിനെയും അവിടെ എത്തിച്ചിരുന്നു. അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു അഖിലേഷ്. എങ്കിലും അഖിലേഷ് മാതാപിതാക്കളെയും സഹോദരിയെയും യാത്രയാക്കുന്നത് കണ്ണീരോടെ നോക്കി നിൽക്കുന്നത് ഏവരെയും വേദനിപ്പിക്കുകയായിരുന്നു. അതേസമയം സത്യപാലൻ നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന സത്യപാലൻ്റെയും ഭാര്യയായ ശ്രീജയുടെയും വിദേശത്ത് ജോലി ചെയ്തു ഏറെ സ്വപ്നങ്ങളുമായി ഏറെ പ്രതീക്ഷകളുമായി അവധിക്കായി നാട്ടിലെത്തിയ ആ പ്രവാസിയായ യുവതിയുടെയും വിയോഗം ഈ നാടിനാകെ നൊമ്പരമായി മാറിയിരിക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.